അപ്പോൾ 1961 മാർച്ച് മാസത്തിൽ ഞാൻ BSc ബിരുദം കിട്ടിയെങ്കിലും തുടർന്ന് പഠിക്കാനോ എൻ്റെ ഭാവി തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ 65-66 വരെ കളർകോട് ആലപ്പുഴയൊക്കെ ആയിട്ട് തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങിച്ചാൽ എനിക്ക് തുടർന്നുള്ള പഠനത്തിന് സൗകര്യമുണ്ടാകുമെന്ന് വിചാരിച്ചു. മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് MA ഉണ്ട്, യൂണിവേഴ്സിറ്റി സെൻട്രലിൽ ഹിന്ദി MA ഉണ്ട്. ഇതൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിലേതെങ്കിലും ലഭിക്കുമെന്നുള്ള ധാരണയിലാണ് ഞാൻ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റത്തിന് അപേക്ഷ കൊടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ മഹാരാജാസ് കോളേജിലെ ഇംഗ്ലീഷ് MAയുടെ സമയം കഴിഞ്ഞുപോയി. അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യനായി. NE വിശ്വനായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയെ ഞാൻ പോയി കാണുന്നു. അദ്ദേഹം എൻ്റെ ഹിന്ദിയുടെ 2ാം വർഷത്തെ ബിരുദ മാർക്ക് കണ്ടിട്ട് എനിക്ക് അഡ്മിഷൻ തരാമെന്ന് സമ്മതിച്ചു. ആ സമയത്താണ് എന്നാൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലല്ലേ ഞാൻ ജോലിക്ക് വേണ്ടേ, ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് എവിടെയാണ് എന്നൊന്ന് അന്വേഷിക്കാനായിട്ട് വന്ന് എറണാകുളം ബോട്ട് ജെട്ടിയിൽ എത്തിയപ്പോൾ ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ സമീപത്ത് തന്നെയാണ് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ് എന്ന് മനസ്സിലാക്കി. എന്നാൽ നിയമം പഠിക്കാനും ഈ BSc ഡിഗ്രി മതിയല്ലോ എന്ന് ആലോചിച്ച് അവിടെ കയറുമ്പോൾ അത് ഏറെ സാധ്യതയുള്ള ഒരു അഡ്മിഷനാണ്. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു കാലമാണ്. നിയമബിരുദം അവസാനത്തെ FL-ഉം BL-ഉം ഉള്ള 2 വർഷത്തെ നിയമബിരുദത്തിൻ്റെ അവസാനത്തെ ബാച്ചിലാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചവരാണ് പിന്നീട് ചീഫ് ജസ്റ്റിസായ ജേക്കബ് ബെഞ്ചമിൻ കോശിയും പിന്നീട് കേരള ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഗഫൂറും കേരള മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും എന്ന് വേണ്ട നിരവധി പ്രഗത്ഭരും ആയ രാഷ്ട്രീയക്കാരും നിയമജ്ഞരുമൊക്കെ ആ ബാച്ചിലുണ്ടായിരുന്നു. 66-67 FL ഫസ്റ്റ് ലോ എന്നാണ് പറയുന്നത്. അന്നത്തെ ഞങ്ങളുടെ ബാച്ചിൽ 90 ആൺകുട്ടികളും 6 പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. 6 പെൺകുട്ടികളിൽ തുളസി എനിക്ക് ഓർമ്മയുണ്ട്. വിജയമ്മ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകയാണിപ്പോൾ. വേറെ ഓർമ്മയുണ്ട്. ഗോപകുമാർ തൃശ്ശൂരുള്ള നമ്മുടെ പുതുതായിട്ട് ജഡ്ജി നിയമനം കിട്ടിയ ശ്യാമിൻ്റെ അച്ഛൻ ഗോപകുമാറും എൻ്റെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ഒത്തിരി പേർ. അന്നത്തെ അന്തരിച്ചു പോയ പരമേശ്വരൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. നമ്മുടെ MR പരമേശ്വരൻ്റെ മകനും ഇപ്പം നല്ലൊരു സിവിൽ വക്കീലായിട്ട് എറണാകുളത്തുണ്ടല്ലോ. ആ ബാച്ച് എന്തുകൊണ്ടും കാരണം അന്ന് എങ്ങനെയൊക്കെയോ ആളുകൾ വന്ന് ചേരുകയാണ്. ലാസ്റ്റ് ബാച്ച് ഓഫ് BL ആണ്. 2 വർഷത്തെ കോഴ്സ് അവസാനിക്കുന്നു. ആ 2 വർഷത്തെ കോഴ്സിന് ശേഷം സാധാരണഗതിയിൽ ഒരു ബാർ കൗൺസിൽ എക്സാമിനേഷനുണ്ട്. കാരണം ഈ 2 വർഷത്തെ കോഴ്സിനിടയിൽ തന്നെ CRPCയോ CPCയോ ഒന്നും പഠിക്കാൻ ഇല്ല. അത് സിലബസിലില്ല. CRPCയും CPCയും പഠിക്കാതെ എങ്ങനെയാണ് ആളുകൾ വക്കീലാകുന്നത്? അതുകൊണ്ട് തന്നെ അന്നത്തെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കർശനമായിട്ടൊരു ബാർ കൗൺസിൽ പരീക്ഷ പാസ്സാകണം. ഈ പ്രൊസീജിയറൽ ലോയിൽ എവിടെങ്കിലും സീനിയർ വക്കീലിൻ്റെ കൂടെ പഠിച്ച് സർട്ടിഫിക്കറ്റോട് കൂടി വരണം. അങ്ങനെ ഒന്ന് ഒരു ട്രാൻസിഷൻ പീരീഡ് ആയതുകൊണ്ട് അന്നത്തെ ബാർ കൗൺസിൽ തീരുമാനിച്ചു ഈ അവസാനത്തെ ബാച്ചിന് ഈ പരീക്ഷ ഇല്ലാതെ തന്നെ എൻറോൾമെൻറ്റിനുള്ള അനുവാദം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പരീക്ഷയിൽ പ്രൊസീജിയറൽ ലോയിലുള്ള പഠനത്തിൽ നിന്നും പരീക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ബാച്ചാണ് 66-68 ബാച്ച്. എന്തായാലും അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ആ ബാച്ചിലുള്ള ധാരാളം പേര് ഇന്നും കേരളത്തിൽ വിവിധ കോടതികളിൽ ഹൈക്കോടതി അടക്കം വത്സൻ സാറിൻ്റെ ബ്രദറിൻ്റെ പേരെന്താ, ഗോപി, അങ്ങനെ ഒത്തിരി പേര് ആ ബാച്ചിലുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നു. ജഡ്ജിമാരായി, ചീഫ് ജസ്റ്റിസായി, ജില്ലാ ജഡ്ജിമാരായി ധാരാളം പേര് പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള പഠനത്തിൽ അർത്ഥം. കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിച്ചു, ഈ 2 കൊല്ലം കൊണ്ട് സാർ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചു. 2 കൊല്ലം കൊണ്ട് ഞാൻ എന്ത് പഠിച്ചു? ഞാൻ ഒന്നും പഠിച്ചില്ല.
ഇന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മനോഭാവം. നിരന്തരമായ ഒരു പ്രക്രിയയാണ് ഈ പഠനം. അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ഒരു പ്രക്രിയയാണ്, ഒരിക്കലും അവസാനിക്കത്തില്ല. ഈ ജന്മം മുഴുവൻ പഠിച്ചാലും തീരില്ല. ഒരുപക്ഷെ നമ്മൾ പഠിച്ചാൽ അടുത്ത ജന്മം എന്നൊന്നും ഉണ്ടെങ്കിൽ അന്ന് പ്രയോജനപ്പെടും എന്ന് ഞാൻ ഭംഗ്യന്തരേണ എൻ്റെ പല മുതിർന്ന സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ BL പാസ്സാകുന്നത്. 68 മാർച്ച് ഏപ്രിൽ മാസമായപ്പോൾ BL പാസ്സായി. BL പാസ്സായി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ എറണാകുളത്ത് അഖിലേന്ത്യാ ടെലിഗ്രാഫ് എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് യൂണിയൻ ക്ലാസ് 3യുടെ 300-ലധികം അംഗങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ് ഈ പഠന സമയത്ത് തന്നെ. ആ കാലത്താണ് 68 നീഡ് ബേസ്ഡ് മിനിമം വേജ്, അവശാധിഷ്ഠിത മിനിമം വേതനത്തിന് വേണ്ടിയുള്ള തുടർന്ന് വരുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഏകദിന പണിമുടക്ക് വേണമെന്ന് ഞങ്ങളുടെ അഖിലേന്ത്യാ സംഘടന, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസും നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എംപ്ലോയീസും എല്ലാവരും തീരുമാനിച്ചു. എറണാകുളത്തെ ആ സമരത്തിൻ്റെ ചുമതലക്കാരനും ഞാനും, പിന്നീട് അന്തരിച്ചു പോയ സുഹൃത്ത് PA കുമാരനും, ഇപ്പോൾ കുറേ പേരുണ്ട്. ഞങ്ങൾ അന്നത്തെ സഖാക്കൾ ഇന്നും ധാരാളം പേര് ആ മേഖലയിലുണ്ട്. അപ്പോൾ എറണാകുളത്ത് ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് സംസാരിക്കുമ്പോൾ ഈ ജീവനക്കാർക്ക് വേണ്ടി വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എനിക്ക് മാർദ്ദവമില്ലാതെ തന്നെ ഉദ്യോഗസ്ഥ മേധാവികളോട് പെരുമാറുന്ന ഒരു ശീലം അന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ മേധാവികളോട് വലിയ വിധേയത്വമോ വിനയമോ പുലർത്താൻ എൻ്റെ മനസ്സനുവദിക്കില്ല. അങ്ങനെ വന്നപ്പോൾ ടെലിഗ്രാഫ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിവിഷണൽ എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. അദ്ദേഹമാണ് എൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റി. അതെന്നുവെച്ചാൽ ടെലിഫോൺ ഓപ്പറേറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റി ഡിവിഷണൽ എഞ്ചിനീയറാണ്. ഞങ്ങൾക്ക് ഡിവിഷണൽ എഞ്ചിനീയറുമായിട്ട് മന്ത്ലി ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഓരോരോ ബ്രാഞ്ചിൻ്റെ ഗ്രീവൻസ് അവിടെ പ്രസൻറ്റ് ചെയ്യാനും ആ ഗ്രീവൻസിനുള്ള സമാധാനം പറയും. അത് മിനിറ്റ്സ് ഉണ്ടാക്കി ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് നമുക്ക് കിട്ടുന്നു. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അത് സർക്കാർ അംഗീകൃതമായ ഒരു ജോയിൻറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറിയൊക്കെ അന്നുണ്ട്. ഇദ്ദേഹത്തിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഞങ്ങളൊരു ഡിമാൻഡ് ഉന്നയിച്ചു. എറണാകുളം ടെലിഫോൺ എക്സ്ചേഞ്ച് പുതുക്കി പണിഞ്ഞിട്ട് 4 നില കെട്ടിടമാക്കി. പണ്ടൊരു ഒറ്റ നില കെട്ടിടമായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങുകയും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉറങ്ങാതിരുന്നതുമാണ് എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അവിടുന്ന് മുകളിലോട്ട് ടെലിഫോൺ എക്സ്ചേഞ്ച് മാറുന്നു. ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഈ 4 നില കെട്ടിടത്തിൽ കയറണമെങ്കിൽ ലിഫ്റ്റ് ഉണ്ടാക്കണം എന്നൊരു ഡിമാൻഡ് വെച്ചു പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ കാലതാമസം വരും. അത് എക്സ്ചേഞ്ച് കമ്മീഷൻ ചെയ്യാൻ വൈകാൻ പാടില്ല എന്ന് ആ ഉദ്യോഗസ്ഥ മേധാവികൾ തീരുമാനമെടുക്കുന്നു. ഞാൻ പറഞ്ഞു, ലിഫ്റ്റ് ഇല്ലാതെ നിങ്ങൾ എക്സ്ചേഞ്ച് കമ്മീഷൻ ചെയ്താൽ വർക്ക് ചെയ്യാൻ അവിടെ ജീവനക്കാരുണ്ടാവില്ല എന്ന് ബ്ലണ്ടായിട്ടൊന്ന് പറയേണ്ടി വന്നു. ആരോട്? എൻ്റെ ഉദ്യോഗസ്ഥ, എൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റിയായ ഡിവിഷണൽ എഞ്ചിനീയർ. വൈ ആർ യു സേയിങ് മിസ്റ്റർ രാജേന്ദ്രൻ നായർ, യു ഷുഡ് റിമെമ്പർ ദാറ്റ് യു ആർ ഓൺലി എ ടെലിഫോൺ ഓപ്പറേറ്റർ, യു ആർ സ്പീക്കിംഗ് ഇൻ ദിസ് ഫാഷൻ. അപ്പോൾ എൻ്റെ മറുപടി, സർ, ഐ നോ ദാറ്റ് ഐ ആം എ ടെലിഫോൺ ഓപ്പറേറ്റർ. I also know I am not here before you as a telephone operator. I am the secretary of the All India Telegraph Engineering Employees Union, consisting of 300 odd members. And as a telephone operator, I cannot come near to you. I should come through proper channel, engineering supervisor, assistant engineer, then subdivision officer. I can come only through proper channel. With the prior permission only I can come to you. This is not that. Then he said, you are saying all this because you have got a degree in law. By that time, എൻ്റെ റിസൾട്ട് വന്നു. മാർച്ച് മാസം ഏപ്രിൽ ആയപ്പോൾ റിസൾട്ട് ആയാലും. അപ്പോൾ ഞാൻ കുറച്ച് പരിഹാസമായിട്ട് എൻ്റെ നാവിൽ വന്നു, വാട്ട് ഓഫ് ദാറ്റ്, ഐ ബേൺഡ് മൈ മിഡ് നൈറ്റ് ഓയിൽ ഫോർ ദാറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നോടുള്ള അഭിപ്രായ ഭിന്നതയ്ക്കും രൂക്ഷതയ്ക്കും പാരമ്യതയിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 68 സെപ്റ്റംബർ മാസത്തിൽ പണിമുടക്ക് ആരംഭിക്കും. സെപ്റ്റംബർ 19, I remember, September 19, 1968. 18th midnight അവിടെ പുറത്ത് നിന്ന് ഞാനൊരു പ്രസംഗം നടത്തി. കുറേ പേര് അകത്തും കുറേ പേര് പുറത്തുമൊക്കെ ആയിട്ട്. ഈ 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്നവർ പിന്നെ കയറാൻ പാടില്ലെന്നാണ് ആഹ്വാനം. ആൾമോസ്റ്റ് ആഹ്വാനമൊക്കെ 90% ആളുകളും ചെവിക്കൊണ്ടു. ടെലിഫോൺ സിസ്റ്റമൊക്കെ സ്തംഭിച്ചു.
പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്ക് ആരംഭിച്ച് കഴിയുമ്പോൾ ഒരു ദിവസത്തെ പണിമുടക്കേ ഉള്ളൂ. പണിമുടക്കിൽ പങ്കെടുത്ത ഒരു 10 പേരെങ്കിലും അപ്പം തന്നെ റൂൾ 5 ടെമ്പററി സർവീസ് റൂൾസ് അനുസരിച്ച് കുറച്ച് പേരെ പിരിച്ചുവിട്ടു, കുറച്ച് പേരെ സസ്പെൻഡ് ചെയ്തു. അതിനൊക്കെ ബദലായിട്ട് പണിമുടക്ക് വീണ്ടും തുടരാൻ പ്രാദേശികമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. എറണാകുളം കുറച്ചുകൂടെ പണിമുടക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. അവസാനം എന്നെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ആ സമരം അങ്ങനെ മുന്നോട്ട് പോയി. ഗവൺമെൻറ് മാറി വന്നു. 1900 ഏത് വർഷം അത്? സമരം 1968 സെപ്റ്റംബർ 19 ആരംഭിച്ച സമരം ഒക്ടോബർ മാസവും കൂടെ നീണ്ടു നിന്നു. ഗവൺമെൻറ് ബഹുഗുണ എന്ന മറ്റോ ആണെന്ന് തോന്നുന്നു അന്നത്തെ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയുടെ പേര്. അദ്ദേഹം വളരെ കാരുണ്യവാനായിട്ട് എൻ്റെ തോളെ തട്ടി, അല്ലെ ബാബ, അവരുടെ മക്കളാരുണ്ട് ലോ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്രയിച്ച ആളാണ്. പക്ഷേ അതൊന്നും ഘടകമായില്ല. അവസാനം ഒത്തുതീർപ്പായി. 1970 മറ്റുമാണ് മൊത്തത്തിൽ ഒത്തുതീർപ്പായിട്ട് എല്ലാവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. 70 ഗവൺമെൻറ്റും ഒരു ചേഞ്ച് എന്തോ വന്നിട്ടുണ്ട്. എല്ലാവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. എന്നെ മാത്രം തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ മേലധികാരി അലക്സാണ്ടർ നിർബന്ധമായിട്ട് പറഞ്ഞു. അതിന് കാരണം അറിയാമല്ലോ, നേരത്തെയുള്ള എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അദ്ദേഹത്തിന് എന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ ആയിട്ട് എല്ലാവരെയും എറണാകുളത്ത് എല്ലാവരെയും തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചെടുത്തില്ല. എൻ്റെ കാര്യത്തിന് ജനറൽ മാനേജർ തിരുവനന്തപുരത്തുള്ള ഇദ്ദേഹത്തിൻ്റെ മേലുള്ള ഉദ്യോഗസ്ഥൻ എന്നെ എഴുതിപ്പോയി. അവിടുന്ന് അദ്ദേഹം എന്നെ തിരിച്ചെടുത്തു. എങ്ങോട്ടെടുത്തു? പയ്യന്നൂരേക്ക്. പയ്യന്നൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എന്നെ തിരിച്ചു. അവിടെ ചെന്ന് ഞാൻ ഒരു ദിവസം ജോലിക്ക് ജോയിൻ ചെയ്ത് ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു കാൽ ഷീറ്റ് പേപ്പർ വാങ്ങിച്ചിട്ട് എൻ്റെ ഉദ്യോഗം രാജിവെക്കുന്നു എന്നെഴുതി അവിടുത്തെ അധികാരിക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് കാഞ്ഞങ്ങാട് വഴി എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ. ഇന്നത്തെ നേവൽ അക്കാഡമിയൊക്കെയുള്ള സ്ഥലമാണ്. കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. സന്തോഷമായിട്ട് ആഘോഷമായിട്ട് എറണാകുളത്തേക്ക് മടങ്ങിപ്പോകുന്നു. വന്നിട്ട് എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനവും പൊതുക്കാര്യവും രാഷ്ട്രീയവും ഒക്കെ എനിക്കന്നുണ്ട്. ആ സമയത്ത് ഞാൻ പാർട്ടി മെമ്പറാണ്. ഈ സമയത്ത് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അഭംഗുരം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. പുള്ളി ജീവിക്കാൻ കാശില്ലെന്ന് പറഞ്ഞു. സബ്സിസ്റ്റൻസ് അലവൻസ് പോലും വളരെ കുറച്ചേ ഉള്ളൂ. അത് തന്നെ കൃത്യമായിട്ട് വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഒരു ഘട്ടത്തിൽ എൻറോൾ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു. വക്കീലാകാം എന്ന് തീരുമാനിക്കാം. വക്കീലാകാൻ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞ് അപേക്ഷ എഴുതി കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെയും ഈ ലോ കോളേജിൽ അഡ്മിഷന് പോയ പോലെ ഒരു വൈതരണി, ആർ യു എംപ്ലോയിഡ്, ഇഫ് സോ ആർ യു പ്രൊഡ്യൂസിങ് റിലീവിങ് സർട്ടിഫിക്കറ്റ്.